ഹായ്, മൈസെൽഫ് ശ്യാമ. വെൽക്കം ടു മൈ ചാനൽ പോഡ് ഷെയർ. കുറച്ച് നാളുകളായിട്ട് ഒരു ചാനൽ ഉണ്ടാക്കിയെടുക്കണം, ഈ സ്പേസ് ഉപയോഗിക്കണം എന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ട് ആ, ഞാനിതിൻ്റെ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലായിപ്പോയി. ആ ചാനൽ ഞാൻ ക്ലോസ് ചെയ്തു. അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇതെന്തായാലും എൻ്റെ റീസ്റ്റാർട്ട് ചെയ്ത ഒരു ജേണിയാണ്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടായിരിക്കാം. പോകെ പോകെ ഞാനത് ശരിയാക്കാം. ഞാനിതിൻ്റെ തംബ്നെയിൽ കൊടുത്തതിൻ്റെ കൂട്ടി തന്നെ നിങ്ങളൊക്കെ എന്നെപ്പോലെ തന്നെ ഡിജിറ്റൽ ഡിറ്റോക്സിൽ പോവുകയും, അതായത് സോഷ്യൽ മീഡിയയിൽ നിന്നാണെങ്കിലും ഓവറായിട്ടുള്ള ഫോൺ യൂസിൽ നിന്നാണെങ്കിലും ഒക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ട് പോകാൻ തീരുമാനിക്കുകയും കുറച്ച് കഴിയുമ്പോൾ അതേപോലെ തന്നെ കുറേശ്ശെയായിട്ട് തിരിക്കുക വന്ന് വീണ്ടും പഴയ ലൂപ്പിൽ തന്നെ പെട്ടുപോവുകയും ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? എങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ആവും. നമ്മളിങ്ങനെ ഫോണിൻ്റെ സ്റ്റിമുലേഷൻസും ഈ സോഷ്യൽ മീഡിയയിലെ നോയ്സൊക്കെ ഭയങ്കരമായിട്ട് മടുത്തിട്ട് നമ്മൾ ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നമ്മൾ നിന്നിട്ട് അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? കുറച്ച് നാൾ നമ്മൾ വിട്ടു നിൽക്കും. ആദ്യം ഭയങ്കര ആശ്വാസം തോന്നും, വല്ലാത്ത റിലീഫൊക്കെ തോന്നും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാൾ മാറി നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറേശ്ശെ തിരികെ വന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയതുപോലെ ലൂപ്പിലേക്ക് പോയി മണിക്കൂറുകൾ വേസ്റ്റായിപ്പോയി, പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ് അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ അങ്ങ് കൺസ്യൂമർ ഭാഗത്ത് നിന്ന് നമ്മൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോയി പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ നമുക്കുള്ളിൽ തന്നെ ഒരു വിഷമം വരും. അയ്യോ, ഞാൻ എത്ര വട്ടം ഡിറ്റോക്സ് എടുത്തിട്ട് എത്ര വട്ടം ഇതൊക്കെ നിർത്തിപ്പോയിട്ട് ഞാൻ തിരിച്ച് ഇതിലേക്ക് തന്നെയാണല്ലോ വരുന്നത്. എനിക്കപ്പോൾ അത്രയും ഡിസിപ്ലിൻ കുറവായതുകൊണ്ടാവാം ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് വിചാരിക്കുന്നവരുണ്ട്. അവരോടാണ് ഞാൻ പറയാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു ഡിസിപ്ലിൻ്റെ പ്രശ്നം മാത്രമല്ല, പകരം ഇതൊരു സോഷ്യോ എക്കണോമിക്കൽ കൾച്ചറൽ പ്രശ്നം കൂടിയാണ്. ഇതിനകത്ത് ഈ ഫാക്ടേഴ്സ് എല്ലാം ഈ ഒരു ഡിജിറ്റൽ ഡിറ്റോക്സിൻ്റെ പിന്നിലുണ്ട്. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആരെങ്കിലും അങ്ങനെ വിഷമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ എക്കണോമി ബിൽഡ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് നമ്മളുടെ അറ്റൻഷനിലാണ് ഹോൾ എക്കണോമി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും, അത് ടെക് ഫീമൻ തൊട്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ കടയിലെ ചേട്ടന് വരെ നമ്മളുടെ അറ്റൻഷൻ അത്യാവശ്യമാണ്. അവരുടെ പ്രോഡക്റ്റ് വിറ്റ് പോകാൻ, അവരുടെ സർവീസിൽ മാക്സിമം എഫേർട്ട് കിട്ടാൻ എല്ലാം നമ്മളുടെ അറ്റൻഷൻ ആവശ്യമാണ്. സോ ഈ അറ്റൻഷൻ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവരുടെ പ്രോഫിറ്റ് കൂടത്തുള്ളൂ, ഒരു സാധനം വിറ്റ് പോകുള്ളൂ, ഒരു സർവീസ് കൂടുതൽ യൂസ് ചെയ്യുള്ളൂ, ഇതുവഴി പ്രോഫിറ്റ് കൂടുതലാവുകയുള്ളൂ, അതുവഴിയേ പൈസ കൂടുകയുള്ളൂ. അപ്പം പൈസ വേണ്ടവർ അറ്റൻഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതായത് നമ്മളുടെ അറ്റൻഷന് വേണ്ടി ടെക് ഫീമന്മാർ അത്രയും അധികം കോടിക്കണക്കിന് ബില്യൺ പണം ചെലവഴിച്ച് അത്രയും സ്മാർട്ടായിട്ടുള്ള ബ്രെയിൻസ് ഉപയോഗിച്ചിട്ട് അത്രയും ആൾക്കാരെ അപ്പുറത്തിരുത്തിക്കൊണ്ട് ഓരോ നോട്ടിഫിക്കേഷൻ വഴിയും ഓരോ മെസ്സേജ് വഴിയും നമ്മുടെ അറ്റൻഷനെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇത്രയും പേര് അപ്പുറത്ത് കിടന്ന് പണിയെടുക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ ഇവിടെ ഇരുന്ന് ചിന്തിച്ച് തീരുമാനം എടുക്കുകയാണ്, ഞാൻ ഡിജിറ്റൽ ഡിറ്റോക്സിലോട്ട് പോവുകയാണ് എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം സ്ലിപ്പ് ചെയ്യാൻ വേണ്ടി ഇത്രയും പണവും എഫിഷ്യൻസിയും ഒക്കെ അപ്പുറത്ത് ആൾക്കാർ മുടക്കുന്നുണ്ട്. ദെൻ ഇതൊരു കംപ്ലീറ്റ് ഫെയിലിയർ ആണെന്ന് നമുക്ക് പറയാൻ ശരിക്കും പറ്റത്തില്ല. നമ്മുടെ മാത്രം ഫെയിലിയർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അപ്പുറത്ത് ഇത്രമാത്രം എഫേർട്ട് നടക്കുമ്പോൾ നോർമലി അത് സ്ലിപ്പാവുന്നതിനകത്ത് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒന്ന് ഇതിൻ്റെ സോഷ്യൽ ആസ്പെക്റ്റാണ്. അതായത് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതുമായിട്ടൊന്നും കണക്റ്റഡ് അല്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷെ അതും നമ്മളുടെ ജനറേഷനും തമ്മിൽ ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ ലൈഫ് ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡഡ് ആയി കിടക്കുന്നത് സോഷ്യൽ മീഡിയയുമായിട്ടും ഡിജിറ്റൽ സ്പേസുമായിട്ടുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളത് എത്ര നെഗ്ലക്റ്റ് ചെയ്താലും അത് തന്നെയാണ് കുറച്ചുകൂടെ സത്യം എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ സോഷ്യൽ ലൈഫ് ബിൽഡ് ചെയ്തിരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം സോഷ്യൽ മീഡിയയാണ്. അതൊരു ഫാക്റ്റാണ്.
നമ്മളത് എത്രമാത്രം ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അതൊരു ഫാക്റ്റാണ്. അത്രയും സോഷ്യൽ ലൈഫ് നിലനിൽക്കുന്ന ഒരിടത്ത് നിന്ന് നമ്മൾ ബാക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്കെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അത്രയും കാര്യങ്ങൾ മിസ് ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഒരു പൊതു സോഷ്യൽ ഇടത്തിൽ നിന്നും നമുക്ക് അത്രയും കാര്യങ്ങൾ മിസ് ഔട്ട് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ പറയുക, ഒരു ഗ്രൂപ്പിന് വെളിയിലാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിനും നമ്മളുടെ ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റും ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ കൂട്ടത്തോടെ ജീവിക്കുക അല്ലെങ്കിൽ സാമൂഹികമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നതിനകത്താണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഗ്രൂപ്പിനകത്താവാനാണ് ആഗ്രഹം തോന്നുക. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഡിറ്റോക്സിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നടക്കുന്നത്. വീണ്ടും ആ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ആ ഇതിലേക്ക് ഇൻക്ലൂഡഡ് ആവാനുള്ള ആ ഒരു ത്വരയാണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ സോഷ്യൽ മീഡിയയുടെയോ ഡിജിറ്റലിൻ്റെയോ ഒക്കെ മോശം വശങ്ങൾ കൂടുതലായിട്ടും പരിഗണിക്കത്തില്ല. അതാണ് നമ്മൾ തിരിച്ചു വരുന്നതിനകത്തുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഈ നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ വിചാരിക്കും ഇത് കറണ്ട് എസ്തെറ്റിക്സിന് അനുസരിച്ചായിരിക്കുമോ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സ് ആയി പോകുമോ എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കാറുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ പൂർവികരൊക്കെ ചിന്തിച്ചിരുന്നതും. നാട്ടുകാരെന്ത് പറയും, ഞാനിങ്ങനെ ചെയ്ത നാട്ടുകാരെന്ത് പറയും. അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണിത്. രണ്ടും തമ്മിൽ രണ്ട് ജനറേഷൻ്റെ സോഷ്യൽ ലൈഫ് തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണത്. നമുക്കൊരിക്കലും 60 വയസ്സുള്ള ഒരാൾ പെരുമാറുന്നതിൻ്റെ കൂട്ട് സോഷ്യൽ ലൈഫിൽ പെരുമാറാൻ പറ്റത്തില്ല. അവർക്ക് നമ്മളുടെയും കൂട്ടും പറ്റത്തില്ല. ഇറ്റ്സ് എ ഫാക്റ്റ്. അതുകൊണ്ടുകൂടെയാണ് അവർക്ക് ഡിജിറ്റൽ ഡിറ്റോക്സ് ഒന്നും ആവശ്യമല്ലാതായി വരുന്നതും നമുക്ക് ആവശ്യമായിട്ട് വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതെല്ലാം കടന്നിട്ട് നമുക്കിത് വേണ്ടാന്ന് വെക്കാൻ നല്ലപോലെ എഫേർട്ട് വേണം. അതൊരു ചെറിയ കാര്യമോ അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് തീരുമാനിക്കുന്ന കാര്യമോ ഒന്നുമല്ല. ചിലപ്പോൾ അങ്ങനെ നിർത്തിയവരും കാണും. പക്ഷേ നിങ്ങളെപ്പോഴും സോഷ്യൽ മീഡിയ ഡിറ്റോക്സ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസ് കുറച്ച് ഉപയോഗിക്കാം എന്നുള്ള തീരുമാനം എടുക്കുമ്പോഴാണെങ്കിലും വളരെ വലിയ എഫേർട്ട് അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ തലച്ചോറിൽ വരേണ്ടത് ഇത് ഒട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഓൾറെഡി ട്രെയിൻഡായ അല്ലെങ്കിൽ ഓൾറെഡി വെളിയിൽ നിന്ന് നല്ലപോലെ പ്രഷറൈസ് ഉള്ള ഒരു കാര്യത്തിൽ നിന്നാണ് ഞാൻ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് എൻ്റേതായിട്ടുള്ള സ്പേസും പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ വരണം. ഇതെനിക്ക് സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ നേരത്തെ ആലോചിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് നമ്മളിത് പോകുന്ന പോക്കിൽ തന്നെ തിരിച്ചു വരുന്നത്, നമ്മളുടെ ഡിസിപ്ലിൻ കുറവുകൊണ്ട് മാത്രമാണോ എന്ന്. ഒരു ഭാഗം വരെ ശരിക്കുമുണ്ട്. കാരണം ചിലർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് മാറത്തില്ല, കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അത്രയൊന്നും വിൽ പവർ ഇല്ലാത്ത അല്ലെങ്കിൽ അത്രയൊന്നും പെർഫെക്റ്റ് അല്ലാത്ത ആൾക്കാരെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, എന്തൊക്കെയായിരിക്കും നമ്മൾ തോട്ട് പ്രോസസ്സ് എന്നാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. സോ നെക്സ്റ്റ് ടൈം നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു സെക്കൻഡ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോഷ്യൽ മീഡിയയായിട്ട് ബന്ധപ്പെട്ട് തന്നെ സെക്കൻഡ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിവേ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പരിമിതികൾ കാണും. കാരണം ആദ്യത്തെ വീഡിയോ ആണ്. അതുമാത്രമല്ല എനിക്ക് എക്സ്പീരിയൻസും കുറവാണ്. അപ്പോൾ എന്നാൽ പോലും ആരെങ്കിലും ഈ വീഡിയോ അവസാനം വരെ കണ്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക.